വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മേയറായിരുന്ന ഒരു നഗരസഭയാണ്. അവിടെയുള്ളവർ ഈ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴാണ്, അവാർഡിൻ്റെ പേരിൽ പോലും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസിയാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറെ കൂടി പക്വതയോടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു. അല്ല, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം നഗരസഭയെക്കുറിച്ച്, നഗരസഭയുടെ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ജനകീയമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയും ഘടകങ്ങളും ഒക്കെ അത് വിലയിരുത്തിയിട്ടുണ്ട്, തിരുത്തലുകൾ വരുത്താനുള്ള ഇടപെടൽ നടത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇപ്പോൾ താൽക്കാലികമായ ഒരു തിരിച്ചടി വന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇതെല്ലാം മതിയാക്കി പോകുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കും. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞങ്ങളിത് തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകാം. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങളങ്ങ് ഭയന്നു പോകുന്നൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അടുത്ത ടൈമിൽ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുറവ് പരിഹരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരും. ഈ തിരുവനന്തപുരം നഗരം ഇന്ന് ആർജിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്ക് പിറകിൽ ഇടതുപക്ഷ ഭരണസമിതി തന്നെയാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ലീവബിൾ സിറ്റിയായി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഇടതു ഭരണസമിതിയല്ലേ. നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കകത്ത് ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സുരക്ഷിത നഗരം നമ്മുടേതാണ്. എയർ പൊല്യൂഷൻ ഇല്ലാത്ത, മറ്റ് പ്രശ്നങ്ങളില്ലാത്ത ഒരു നഗരമാക്കി ഈ നഗരത്തെ മാറ്റിയില്ലേ. അപ്പോൾ മാലിന്യത്തിന്റെ കാര്യത്തിലടക്കം പ്രതിസന്ധികൾ വന്നിട്ട് പോലും ഈ നഗരത്തെ താങ്ങി നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത് ഇടതു ഭരണസമിതികൾ തന്നെയാണ്. അപ്പൊ അത് ഇനിയും ഞങ്ങൾ തുടരും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാജയത്തെ ഞങ്ങൾ മാറ്റി വിജയത്തിലേക്ക് എത്തിക്കും. അല്ല, നമുക്ക് ഒരു ഘട്ടം ഉണ്ടായിരുന്നു, പിണറായി 3.0 വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സാധിക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ചില ചലഞ്ചസ് വളരെ വേഗത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്നുണ്ട്. അതാണ് ഒരു സംശയം ഉണ്ടാക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും തിരിച്ചടിയായിട്ട് വന്നിട്ടില്ല. നേരിയൊരു വ്യത്യാസം മാത്രമാണ് UDFും LDFും തമ്മിലുള്ളത്. ആ വ്യത്യാസം ഞങ്ങൾ കവർ ചെയ്യും. ഇനിയുള്ള 3-4 മാസങ്ങൾ മതിയല്ലോ. ആ പ്രശ്നം പരിഹരിച്ച് 3.0 എത്തും, ഉറപ്പാണ്. അതാണ് പറഞ്ഞത്. തുടർഭരണം വന്നതിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. മുടങ്ങിക്കിടന്ന വികസനങ്ങൾ ഓരോന്നോരോന്നായി നടക്കുന്നു. ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ചെയ്തതിലുണ്ടായിട്ടുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ്. ശരിയാണ്. അപ്പൊ അതടക്കം മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് ഗുണകരമായി മാറിയത്. അപ്പൊ പ്രളയ സന്ദർഭങ്ങളും കോവിഡ് സന്ദർഭങ്ങളും എല്ലാ കുഴപ്പങ്ങളും മാറ്റി ഈ കേരളത്തെ നേരെ കൊണ്ടുപോകാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുകയാണ്. ആ സാമ്പത്തിക പ്രയാസത്തിനിടയിലും നമ്മുടെ തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു. കേരളം ഈ ഒരു വികസന പരിപാടികളും മുടങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇത് ബോധ്യമുണ്ട്. നമുക്ക് തരേണ്ട നികുതി വിഹിതം തരാതിരിക്കുന്നു, വയനാട് ദുരന്തമടക്കം വന്നപ്പോൾ സഹായിക്കാതിരിക്കുന്നു, വിഴിഞ്ഞം തുറമുഖത്തിനടക്കം സഹായിക്കാതിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം നിയമസഭാ ഇലക്ഷനിലെ ചോദ്യങ്ങളാണ്. പ്രാദേശിക ഇലക്ഷനിൽ ഈ കാര്യങ്ങളൊന്നും കാര്യമായി ഉയർന്നു വരാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ തുടർഭരണത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ ഭരണം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. മറുഭാഗത്ത് കോൺഗ്രസ് തമ്മിലടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും ഉണ്ടല്ലോ. അത് കൂടുതൽ മൂർച്ഛിക്കേ ഉള്ളൂ. ഇപ്പൊ അവർക്കുണ്ടായ ഒരു ചെറിയ വ്യത്യാസം മുൻനിർത്തിക്കൊണ്ട് ഇനി തുടർഭരണം വരില്ല എന്ന് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ തുടർഭരണത്തിനുള്ള എല്ലാ സാഹചര്യവും ഗവൺമെന്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് താഴെത്തട്ടിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ കുറവുകൾ പരിഹരിച്ച് തുടർഭരണത്തിലേക്ക് വരും.